നമ്മൾ ടയർ റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ എന്തിനാണ് ട്യൂബ്ലെസിന്റെ വാൽവ് മാറുന്നത്? ട്യൂബ്ലെസിന്റെ വാൽവ് മാറുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഇത് ടയറിന്റെ സേഫ്റ്റിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ടു ടയർ ലൈഫ്. ഇനി നമ്മളിത് മാറുന്നില്ല, നമ്മളിതങ്ങ് സ്കിപ്പ് ചെയ്യുവാണ്, ഇത് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് മാറാതിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നും ചെറുതായിട്ട് എയർ ലീക്കേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നമ്മുടെ ടയറിൻ്റെ ലൈഫിനെയും നമ്മുടെ സേഫ്റ്റിനെയും വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഞങ്ങളുടെ MRF ട്രെയിൻഡ് ടെക്നീഷ്യൻ ടയർ അഴിച്ചിട്ട് അതിന് വാൽവ് സ്റ്റെം ഉപയോഗിച്ച് ഇത് റിമ്മിൻ്റെ ഉള്ളിലേക്ക് ടയർ വലിച്ച് ഈ സാധനം സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ടയർ ഇട്ടിട്ട് ആ ടയറിലേക്ക് നൈട്രജൻ അല്ലെങ്കിൽ എയർ ഫില്ല് ചെയ്ത് അതിനകത്ത് സൊല്യൂഷൻ ഉപയോഗിച്ച് എയർ ലീക്കേജ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ടയർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ടയർ മാറുമ്പോൾ എങ്ങനെയാണ് ട്യൂബ്ലെസിൻ്റെ വാൽവ് മാറുമല്ലോ.